Dear students, today I am going to talk about traveling salesman problem. Traveling salesman problem എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് മെത്തേഡ് പ്രകാരം ചെയ്ത് നോക്കാം. A traveler needs to visit all the cities from list where distances between all the cities are known and each city should be visited just once. What is the shortest possible route that he visits each city exactly once and returns to the origin city? ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം ഇവിടെ ഒരു വെയ്റ്റഡ് ഗ്രാഫ് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1, 2, 3, 4 എന്ന് ഡിനോട്ട് ചെയ്യാം. 1, 2, 3, 4. അതിന്റെ കോസ്റ്റ് ഓഫ് അഡ്ജസൻസി മെട്രിക്സും തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അതിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് we have to find trying to all possible solution and pick up the best solution എന്നുള്ളതാണ്. ഒരു വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി എല്ലാ വെർട്ടെക്സിലൂടെയും പാസ് ചെയ്ത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിൽ എത്തുക എന്നുള്ളതാണ് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പറയുന്നത്. ഒരു വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എല്ലാ വെർട്ടെക്സിലും നമ്മൾ വിസിറ്റ് ചെയ്യും, ദെൻ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒരു വെയ്റ്റഡ് ഗ്രാഫ് തന്നിട്ടുണ്ട്, ബൈ ഡയറക്ഷനിലാണ്. അതിന്റെ കോസ്റ്റ് ഓഫ് അഡ്ജസൻസി മെട്രിക്സ് തന്നിട്ടുണ്ട്. 1, 2, 3, 4 1, 2, 3, 4 എന്ന് തന്നിട്ടുണ്ട്. ഇതില് തന്നിട്ടുള്ളത് ഇത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് നമുക്ക് ഏതെങ്കിലും എടുക്കാം. അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആയിട്ട് 1 ആയിട്ട് എടുക്കാം. 1 സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഈ അഡ്ജസൻസി മെട്രിക്സിൽ വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ കോസ്റ്റ് ഓഫ് 1, 2 എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ 2, 1 ഉണ്ടല്ലേ, അത് 5 ആണ്. 2, 1 5 ആണ്. ഇങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ ഏത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 1, 3 എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെർട്ടെക്സ് 1 വെച്ചിട്ടാണ്. ഇപ്പം വെർട്ടെക്സ് 1 വെച്ചാൽ ബാക്കിയുള്ളത് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പോൾ 3 ഒന്ന് വരയ്ക്കാം. 2, 3 then 4. ഇനി ഒന്നാമത്തേൽ നിന്ന് രണ്ടാമത്തെ വെർട്ടെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഇനി അവിടെ ഉള്ളത് എങ്ങോട്ടാണ്? 2ൽ നിന്ന് പിന്നെ ഉള്ളത് 3ഉം 4ഉം ആണ്. അപ്പൊ 3ഉം 4ഉം വരയ്ക്കാം. ഇപ്പൊ 1, 3 ഇനി 3ൽ നിന്ന് പോകാനുള്ളതോ? 3ൽ നിന്ന് പോകാനുള്ളത് 2ഉം 4ഉം ആണ്. ദെൻ 4ൽ നിന്ന് വരാനുള്ളത് ഇതുപോലെ 2ഉം 3 ആണ്. ഓക്കെ, ഇനി അതുപോലെ 1, 2 ആയി, 3 ആയി. ഇനിയിപ്പോ 3ൽ നിന്ന് ബാക്കിയുള്ളത് 4, 4ന് 5, 2ൽ നിന്ന് ഇനിയുള്ളത് 4, then 1, 3, 4, then 2, then 1, 4, 2, 3, then 1, 4, 3, then 2. ഇനി ഇത് തിരിച്ചു പോകേണ്ടത് ഇപ്പോ കം ബാക്ക് ടു 1 ആണ്. ഇപ്പൊ 4ന് പിന്നെ പോകുന്നത് 1ലേക്കാണ്, 4ന് 3ന്ന് പോകുന്നത് 1ലേക്കാണ്. ഈ പാത്തിലൂടെ പോവുകയാണെങ്കിൽ ലാസ്റ്റ് എത്തിച്ചേരുന്നത് 1ലേക്കാണ്. എല്ലാത്തിലും എത്തിച്ചേരുന്നത് സ്റ്റാർട്ട് ചെയ്ത വെർട്ടെക്സിലേക്കാണ്. അതാണ് 1 എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലെ കോസ്റ്റ് ഓഫ് 4, ഇപ്പൊ ലാസ്റ്റ് വെർട്ടെക്സ് മുതൽ ഫസ്റ്റ് 4 അല്ലേ, അപ്പൊ 4ന് 1ലേക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നോക്കി കഴിഞ്ഞാൽ 8 ആണ്. കോസ്റ്റ് 1 to 4, 4 to 1 ഈക്വൽ ടു 8 ആണ്. അതുപോലെ 3 to 1 6 ആണ്. 4 to 1 8 ആണ്. 2 to 1 5 ആണ്. 3 to 1 6 ആണ്. 2 to 1 5 ആണ്. നമ്മൾ റിമൈനിങ് എന്ന് പറയാം, റിമൈനിങ് വെർട്ടെക്സ് എന്ന് പറയാം. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലോ, കോസ്റ്റ് ഓഫ് 4, 1 നമ്മളിപ്പോൾ 8 എന്ന് എഴുതിയിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് 4, 1 8. അതുപോലെ നമുക്ക് ബാക്കിയുള്ള കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് 4, 1 8, കോസ്റ്റ് ഓഫ് 3, 1 6 അങ്ങനെ. ഇനി അതിന്റെ മുമ്പത്തെ സ്റ്റെപ്പിലേക്ക് പോവാം.
3 അല്ലേ, 3ലേക്ക് പോവുകയാണെങ്കിലോ കോസ്റ്റ് ഓഫ് 3 to 4 നോക്കുക. 3 to 4 12 ആണ്. അപ്പോൾ 12ഉം പ്ലസ് താഴോട്ടുള്ളത് 8ഉം, അപ്പോൾ ടോട്ടൽ 20 എന്ന് കിട്ടും. അതുപോലെ 4ന്റെ ആണെങ്കിൽ 4 to 3 അല്ലേ, 4 to 3 9 plus 6 15. അങ്ങനെ ഓരോന്നിൻ്റെ നമുക്ക് എഴുതാൻ പറ്റും. 18, 13, 15 and 18 ടേബിൾ നോക്കി എഴുതാൻ പറ്റും. ദെൻ 2 അല്ലെ, അടുത്ത സ്റ്റേജിലേക്ക് വരിക, മേലോട്ട് സ്റ്റേജിലേക്ക് വരുമ്പോൾ 2 to 3 ഉണ്ട്, 2 to 4 ഉണ്ട്. അപ്പോൾ 2 to 3 9 ആണ്, 2 to 4 10 ആണ്. അപ്പോൾ 9 plus 20 താഴോട്ടുള്ളതാണ്. അതുപോലെ 10 plus താഴോട്ടുള്ളത് 2 to 4ലേക്കുള്ളത്, 2 to 4ലേക്കുള്ളത് 25. അപ്പോൾ അതിൽ ഏറ്റവും മിനിമം വരുന്നത് എടുക്കുക 25, 25, 23, 29 ഒന്ന് കിട്ടുന്നത് 25. അപ്പോൾ 25, 25, 23. ഇതാണ് ഫസ്റ്റ് വെർട്ടെക്സ് എടുക്കുക. ഫസ്റ്റ് വെർട്ടെക്സിൽ അതുപോലെ 3 വെർട്ടെക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ മിനിമം എടുക്കണം. മിനിമം എടുക്കുമ്പോൾ 1 to 2 അപ്പോൾ 10 plus 25 വരും. 1 to 3 15 plus 25 വരും. 1 to 4 20 plus 23 വരും. അതിൽ മിനിമം 35 ആയിരിക്കും. ആണ് 35 മിനിമം. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ് ഇതിന്റെ പാത്ത്, മിനിമം പാത്ത് അറിയാം. 1 to 2 ആദ്യം 1 to 2 ആണ് മിനിമം വരുന്നത്, 35 വരുന്നത്. പിന്നെ അതിൽ നിന്ന് മിനിമം വരുന്നത് 2 to 4ലേക്കാണ്, 2 to 4ലേക്കാണ്. then വരുന്നത് അടുത്ത വരുന്നത് 4 to 3ലേക്കാണ്, പിന്നെ 3 to 1 അങ്ങനെ വരും. അപ്പൊ ഇതിന്റെ പാത്ത് എന്ന് പറയുന്നത്, അത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് 35 ആണ് കിട്ടുന്നത്. അത് വരുന്നത് 1 to 2, 2 to 4 and 4 to 3 എന്നാണ്. ഇത് നമുക്ക് ഇതിന്റെ കൃത്യമായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ഫോർമുല ഉണ്ട്. ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ലാസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ജി ഓഫ് അല്ലെ, ജി ഓഫ് വെച്ച് പറയാം. ഫോർമുല അങ്ങനെയാണ് പറയുന്നത്, ജി ഓഫ് ഐ എസ് എന്നാണ്. അപ്പൊ ഇവിടെ ജി ഓഫ് 2 അല്ലെ, ഫസ്റ്റ് പറഞ്ഞ എങ്ങനെയാണ് 2, ഫോർ എക്സാമ്പിൾ ഇവിടെ 2 കാണിക്കുക. 2 to 5 എന്നാണ് കാണിച്ചിട്ടുള്ളത്. 5 എന്ന് ഉദ്ദേശിച്ചത് റിമൈനിങ് വെർട്ടെക്സ് ഇങ്ങനെ 1ലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 5 ആണ് അല്ലെ. അങ്ങനെ നമ്മൾ എല്ലാം എഴുതിയിട്ടുണ്ട്. 3 എന്ന് 6, 2 എന്ന് 5 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ എല്ലാം എഴുതാം. പിന്നെ അടുത്ത സ്റ്റേജ്, അതിന്റെ മേലുള്ള സ്റ്റേജ് ഇങ്ങനെ എഴുതാം. ജി ഓഫ് 2, 3 അല്ലെ, 3 ഞാൻ അവിടെ കാണിക്കുന്നത് തൊട്ടടുത്തുള്ളതാണ്. ജി ഓഫ് 2, 3 അപ്പൊ അവിടെ 15 ആണ് കിട്ടുന്നത്. 15 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ ജി ഓഫ് 2, 4 വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 2, 4 അല്ലെ, 2, 4 എന്നുള്ളത് 18 ആണ്. അങ്ങനെ ഏത് ഭാഗം കാൽക്കുലേറ്റ്, അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് ഇക്വേഷൻ ഫോർമുലയിലേക്ക് മാറ്റുന്നു. ഞാൻ മുമ്പത്തെ സ്റ്റെപ്പ് വരികയാണെങ്കിൽ ജി ഓഫ് 2, 3, 4 ഫസ്റ്റ് അതാണ് 2, 3, 4 രണ്ടെണ്ണം ഉണ്ടല്ലോ, 2 ഭാഗത്തേക്ക് പോകുന്നുണ്ട്. 3, 4 അപ്പൊ അവിടെ എഴുതണമെങ്കിൽ 3, 4 എങ്ങനെ എഴുതാം, അവിടെ മിനിമം എടുക്കണം അല്ലെ. മിനിമം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 25 ആണ്. 29ന്റെയും 25ന്റെയും മിനിമം 9 plus 20, 10 plus 15 അപ്പൊ 25 എന്ന് കിട്ടും. അതാണ് മിനിമം. അത് ആ സ്റ്റെപ്പ് അങ്ങനെ പോകും. 25, 23 അങ്ങനെ കിട്ടും. ഞാൻ മുകളിലത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ ജി ഓഫ് 1 ഫസ്റ്റ് വെർട്ടെക്സ്, ജി ഓഫ് 1 പിന്നെ അതിൽ വരുന്നത് 3 വെർട്ടെക്സിലേക്കാണ്. 2, 3, 4 അപ്പോൾ മിനിമം ഓഫ് 3 എണ്ണം ഉണ്ടാവും അല്ലെ. ഒന്നാമത്തത് 1, 2 C12 എഴുതാം നമുക്ക്. C12 കോസ്റ്റ് ഓഫ് 1, 2 plus G2, 1, 3, 4 then C13 G3, 2, 4 ഒക്കെ അതിന്റെ സബ് ആയിട്ടുള്ള കാണിക്കുകയാണ്. 3, 2, 4 then C14 അതിന്റെ സബ് ആയിട്ട് വരുന്നത്
G423. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം 1 4 2 3 1 3 2 4 1 2 3 4 അങ്ങനെ കാണിക്കും. അതിൽ മിനിമം വരുന്നതാണ് 35 എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വരുന്നത് 35 ആണ്. സോ കോസ്റ്റ് ഓഫ് ഷോർട്ടസ്റ്റ് റൂട്ട് ഈസ് 35 എന്ന് കിട്ടും. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ട് 35 ആണ്. നേരത്തെ കാണിച്ച അതേ റൂട്ട് തന്നെയാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.